ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. എല്ലാ കാലത്തും, പ്രത്യേകിച്ച് കന്യകയായി ജീവിച്ചൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അശുഭമായതും വേദനയേറിയതുമായ ഒരു വാർത്ത എങ്ങനെയാണ് മറിയത്തിന് മംഗളവാർത്തയായി മാറിയതെന്ന് പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്. എന്നാൽ ദുഃഖകരമായ വാർത്ത മറിയത്തിന് മംഗളവാർത്തയായി മാറിയത് മറിയത്തിന് ഈ സന്ദേശത്തോടുള്ള സമീപനമാണ്. മറിയം തൻ്റെ അനുസരണത്തിലൂടെ ദൈവിക പദ്ധതിക്ക് തന്നെ സമർപ്പിച്ചപ്പോൾ ആ അശുഭമായ വാർത്തന അവൾക്ക് മംഗളവാർത്തയായി മാറുകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഇരണേവൂസ് പരിശുദ്ധ അമ്മയുടെ അനുസരണത്തെപ്പറ്റി ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുക. മറിയം തൻ്റെ ശ്രേഷ്ഠമായ അനുസരണം വഴി തൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് കാരണമായി. നാം തപസ്സുകാലത്തിലൂടെ കടന്നു പോകുമ്പോൾ, പ്രത്യേകമായി മംഗളവാർത്ത തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ അനുസരണം എന്ന ഈ പുണ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് യാചിക്കുകയും ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.